ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഇലക്ട്രിക് ഡൈപോൾ ആണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് എന്താണ് ഇലക്ട്രിക് ഡൈപോൾ എന്താണെന്ന് പറയാം. അപ്പോൾ ഒരു ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറയുമ്പോൾ അതൊരു പെയർ ഓഫ് ചാർജസ് ആണ്. പെയർ മീൻസ് ടു അല്ലേ, രണ്ട് ചാർജസ് ആയിരിക്കും. എങ്ങനെയുള്ള ചാർജ് വെച്ചാൽ ഈക്വലും ഓപ്പോസിറ്റീവ് ആയിട്ടുള്ള രണ്ട് ചാർജസ്. ഫോർ എക്സാമ്പിൾ ആണ്, ഇതൊരു ചാർജാണ്, ഒരു പോയിന്റ് ചാർജാണ്. ആ ചാർജിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഒരു +5 മൈക്രോ കൂളാണ്. ഓക്കെ, ഇവിടെ മറ്റൊരു ചാർജ് ഉണ്ട്, ഒരു പോയിന്റ് ചാർജ്. ആ ചാർജിന്റെ വാല്യൂ എന്ന് പറയുന്നത് -5 മൈക്രോ കൂളാണ്. നിങ്ങൾ നോക്കി, ഈ രണ്ട് ചാർജുകൾക്ക് എന്താണ്, രണ്ട് ചാർജിന്റെയും മാഗ്നിറ്റ്യൂഡ് സെയിം ആണ് അല്ലേ, പക്ഷെ ഓപ്പോസിറ്റ് ചാർജസ് ആണ് അല്ലെ. ഒന്ന് പോസിറ്റീവ് ചാർജും മറ്റൊന്ന് നെഗറ്റീവ് ചാർജ്. അപ്പോൾ കൂടാതെ ഈ ചാർജുകൾ തമ്മിലുള്ള ഈ ഡിസ്റ്റൻസ് എങ്ങനെയായിരിക്കണം, സ്മോൾ ആയിരിക്കണം. അപ്പം ഈക്വലും ഓപ്പോസിറ്റുമായിട്ടുള്ള രണ്ട് ചാർജസ് സെപ്പറേറ്റഡ് ബൈ എ സ്മോൾ ഡിസ്റ്റൻസ് അല്ലേ, സെപ്പറേറ്റ് ബൈ എ സ്മോൾ ഡിസ്റ്റൻസ് കോൺസ്റ്റിറ്റ്യൂട്ട് ആൻ ഇലക്ട്രിക് ഡൈപോൾ. വീഡിയോ. അപ്പോൾ ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറഞ്ഞാൽ ഈക്വലും ഓപ്പോസിറ്റുമായിട്ടുള്ള രണ്ട് ചാർജസ്, രണ്ട് ചാർജിന്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കും, പൊളാരിറ്റി ഡിഫറെന്റ് ആയിരിക്കും. ഒന്ന് പോസിറ്റീവും മറ്റൊന്ന് നെഗറ്റീവും ആയിരിക്കും. അങ്ങനെ ഈക്വലും ഓപ്പോസിറ്റുമായിട്ടുള്ള രണ്ട് ചാർജസ് സെപ്പറേറ്റഡ് ബൈ എ സ്മോൾ ഡിസ്റ്റൻസ് ആണെങ്കിൽ ആ ഒരു അറേഞ്ച്മെന്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇലക്ട്രിക് ഡൈപോൾ എന്നാണ് വിളിക്കുന്നത്. ജനറലായിട്ട് പറയുകയാണെങ്കിൽ ഇതൊരു ചാർജ്, ഇതൊരു +q ചാർജ് ആണ്. ഓക്കെ, ഇവിടെ മറ്റൊരു ചാർജ്. എന്തായിരിക്കണം, ഇത് +5 മൈക്രോ കൂളം, ഇത് -5. അപ്പൊ ഇത് +q ആണെങ്കിൽ എന്തായിരിക്കും, -q ആണ്. ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് സെപ്പറേറ്റഡ് ബൈ എ സ്മോൾ ഡിസ്റ്റൻസ്. കേട്ടോ, ഈ രണ്ട് ചാർജുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് പറയുന്നത് അല്ലെങ്കിൽ ചാർജ് തമ്മിലുള്ള സെപ്പറേഷൻ എന്ന് പറയുന്നത് സ്മോൾ ആണെങ്കിൽ ഈ അറേഞ്ച്മെന്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇലക്ട്രിക് ഡൈപോൾ. ഓക്കെ, അപ്പം എന്താണ് ഇലക്ട്രിക് ഡൈപോൾ ഡെഫിനിഷൻ? Two equal and opposite charges separated by a small distance. Okay, separated by a small distance constitute an electric dipole. That's electric dipole definition. Okay. ഇനി ഡൈപോളിന്റെ കേസിൽ ഈ രണ്ട് ചാർജുകൾ തമ്മിലുള്ള ആ സെപ്പറേഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡൈപോൾ ലെങ്ത് എന്നാണ് വിളിക്കുന്നത്. വീഡിയോ. രണ്ട് ചാർജസ് ഉണ്ടെന്ന് പറഞ്ഞു. ഇലക്ട്രിക് ഡൈപോളിൽ രണ്ട് ചാർജസ് ഉണ്ട്. ആ ചാർജുകൾ തമ്മിലുള്ള സെപ്പറേഷനെ നമ്മൾ വിളിക്കുന്ന പേര് എന്താണ്, ഡൈപോൾ ലെങ്ത് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ഡൈപോൾ ലെങ്തിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ എന്ന് പറയുന്നത് 2a. കേട്ടോ, ഡൈപോൾ ലെങ്തിനെ ഡിനോട്ട് ചെയ്യുന്നത് ഏതാണ്, 2a. ചില ടെക്സ്റ്റുകളിൽ 2l എന്നും ഡിനോട്ട് ചെയ്യുന്നത്. വീഡിയോ. ഓക്കെ, രണ്ട് കാര്യങ്ങൾ പഠിച്ചു. ഒന്ന് ഡൈപോൾ എന്താണെന്ന് പറഞ്ഞു. ഡൈപോൾ ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ്, തുല്യവും വിപരീതമായിട്ടുള്ള രണ്ട് ചാർജുകളെ സെപ്പറേറ്റഡ് ബൈ എ സ്മോൾ ഡിസ്റ്റൻസ്. കേട്ടോ, രണ്ട് ചാർജുകൾ എന്നുള്ള ചാർജാണ്, ഈക്വലും ഓപ്പോസിറ്റുമായിട്ടുള്ള രണ്ട് ചാർജുകളെ സെപ്പറേറ്റ് ബൈ എ സ്മോൾ ഡിസ്റ്റൻസ് കോൺസ്റ്റിറ്റ്യൂട്ട് ആൻ ഇലക്ട്രിക് ഡൈപോൾ. വീഡിയോ. ഓക്കെ, ഇനി ഈ ചാർജസുകൾ തമ്മിലുള്ള ആ ഡിസ്റ്റൻസിനെ, കേട്ടോ, ഡൈപോളിലെ രണ്ട് ചാർജ് ഉണ്ടെന്ന് പറഞ്ഞു. ആ രണ്ട് ചാർജുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസിനെ വിളിക്കുന്ന പേരാണ് ഡൈപോൾ ലെങ്ത്, അല്ലെങ്കിൽ ഡൈപോൾ ലെങ്ത് ഡിനോട്ട് ചെയ്യുന്നത് 2a അല്ലെങ്കിൽ 2l എന്നായിരിക്കും. ഓക്കെ, ഇത്രയുമാണ് ഡൈപോളുമായി ബന്ധപ്പെട്ട് ബേസിക് ആയിട്ട് നമുക്ക് അറിഞ്ഞിരിക്കുന്ന കാര്യം. ഒന്ന് ഡെഫിനിഷൻ അറിഞ്ഞിരിക്കണം, മറ്റൊന്ന് ഡൈപോൾ ലെങ്ത് എന്ന് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ക്ലിയറാണല്ലോ? ഇനി ഡൈപോൾ, ഇലക്ട്രിക് ഡൈപോളുമായി ബന്ധപ്പെട്ട അടുത്ത ടേം എന്ന് പറയുന്നത് ഡൈപോൾ മൊമെന്റ് ആണ്. ഡൈപോൾ മൊമെന്റ് അല്ലേ, ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ്. ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ്. ഓക്കെ, ഇപ്പൊ ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് എന്ന് പറയുന്നത് ഒരു പ്രോഡക്റ്റ് ആണ്. എന്തിന്റെയൊക്കെ പ്രോഡക്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ പറയാം, ഞാൻ ഒരു ഡൈപോൾ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഡൈപോളാണ്. ഡൈപോളുടെ പേര് കൊടുക്കാം AB. Consider an electric dipole AB. Okay, I charge
പ്ലസ് ക്യൂ ഈ ചാർജ് മൈനസ് ക്യൂ കേട്ടോ. നോക്കേ ഈക്വലും ഓപ്പോസിറ്റ് രണ്ട് ചാർജസ് സെപ്പറേറ്റ് ബൈ എ സ്മോൾ ഡിസ്റ്റൻസ്. ആ ഡിസ്റ്റൻസ് നമുക്ക് ഡിസ്റ്റൻസ് വിളിക്കുമ്പോൾ എന്താണ് ഡൈപോൾ ലെങ്ത്. ആ ഡിസ്റ്റൻസ് നമുക്ക് എടുക്കാം 2a. ഓക്കെ, അപ്പൊ നമുക്കറിയേണ്ടത് ഈ ഡൈപോളിന്റെ ഡൈപോൾ മൂവ്മെന്റ് എന്താണെന്ന് പറയാൻ പോകും. ഓർക്കുക, ഡൈപോൾ മൂവ്മെന്റ് എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. എന്തിന്റെയൊക്കെ പ്രോഡക്റ്റ് എന്ന് വെച്ചാൽ ഡൈപോളിന്റെ ചാർജിനെ, ചാർജ് എത്രയാണ് q, നെറ്റ് ചാർജ് 0 ആണ് കേട്ടോ. ഡൈപോളിലെ നെറ്റ് ചാർജ് ചോദിക്കുകയാണെങ്കിൽ പ്ലസ് ക്യൂ മൈനസ് ക്യൂ ആഡ് ചെയ്താൽ നെറ്റ് ചാർജ് എത്ര വരും? 0. നെറ്റ് ചാർജ് അല്ല, ഡൈപോളിന്റെ ഏതെങ്കിലും ഒരു ചാർജിന്റെ മാഗ്നിറ്റ്യൂഡിനെ വെച്ചാൽ q, രണ്ട് ചാർജിന്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്. ഓക്കെ, അപ്പൊ ഡൈപോളിന്റെ ഏതെങ്കിലും ഒരു ചാർജിന്റെ മാഗ്നിറ്റ്യൂഡിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക? ഡൈപോളിന്റെ ലെങ്ത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 2a. ഈ ക്വാണ്ടിറ്റി വിളിക്കുന്ന പേരാണ് ഇലക്ട്രിക് ഡൈപോൾ മൂവ്മെന്റ്. ഓക്കെ, അപ്പൊ ഇലക്ട്രിക് ഡൈപോൾ മൂവ്മെന്റ് എന്ന് പറയുന്നത് ഒരു പ്രോഡക്റ്റ് ആണ്. എന്തിന്റെയൊക്കെ പ്രോഡക്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ഡൈപോളിന്റെ ചാർജിനെ കേട്ടോ. ഡൈപോളിന്റെ ടോട്ടൽ ചാർജ് അല്ല, ടോട്ടൽ ചാർജ് 0 ആണ്. ഡൈപോളിന്റെ ചാർജിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക? ഡൈപോൾ ലെങ്ത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ആ പ്രോഡക്റ്റിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രിക് ഡൈപോൾ മൂവ്മെന്റ് എന്നാണ് പറയുന്നത്. ഇലക്ട്രിക് ഡൈപോൾ മൂവ്മെന്റ് ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ എന്ന് പറയുന്നത് പി എന്ന് പറയുന്ന ഇലക്ട്രോണാണ് ഡിനോട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഇലക്ട്രിക് ഡൈപോൾ പി എന്ന് പറയുന്നത് ഇക്വേഷൻ എന്ന് പറയാം q ഇൻറ്റു 2a അല്ലേ. ഡൈപോൾ എന്ന് പറയുമ്പോൾ രണ്ട് ചാർജ് ഉണ്ട്. ആ ചാർജിന്റെ മാഗ്നിറ്റ്യൂഡിനെ കേട്ടോ, ഇലക്ട്രിക് ഡൈപോളിന്റെ ചാർജിന്റെ മാഗ്നിറ്റ്യൂഡിനെ ഡൈപോൾ ലെങ്ത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന പ്രോഡക്റ്റിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രിക് ഡൈപോൾ മൂവ്മെന്റ്. വീഡിയോ ഇലക്ട്രിക് ഡൈപോൾ മൂവ്മെന്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ പ്രോഡക്റ്റ് ഓഫ് ഇതിലേക്ക് പ്രോഡക്റ്റ് ആണ് പ്രോഡക്റ്റ് ഓഫ് ചാർജ് ആൻഡ് ഡൈപോൾ ലെങ്ത് കേട്ടോ. ഡൈപോളിന്റെ ചാർജിനെ അതിന്റെ ലെങ്ത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ക്വാണ്ടിറ്റി ആണ് ഇത് ഇലക്ട്രിക് ഡൈപോൾ മൂവ്മെന്റ് എന്ന് നമ്മൾ പറയുന്നത്. ക്ലിയർ ആയോ? ഓക്കെ, ഇനി ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കുന്ന കാര്യം ഇതിന്റെ യൂണിറ്റ് എന്ന് അറിഞ്ഞിരിക്കണം കേട്ടോ. യൂണിറ്റ് നോക്കാം. യൂണിറ്റ് നമുക്കറിയാം, ഇക്വേഷൻ നോക്കേ, ചാർജ് ഇൻറ്റു ലെങ്ത് ആണ്. ചാർജിന്റെ യൂണിറ്റ് നമുക്കറിയാം കൂളം, പഠിച്ചല്ലേ? SI യൂണിറ്റ് ഓഫ് ചാർജ് കൂളം. 2a എന്ന് പറഞ്ഞാൽ ലെങ്ത് ആണ്. ലെങ്തിന്റെ യൂണിറ്റ് എന്താണ്? SI യൂണിറ്റ് മീറ്റർ. അപ്പോൾ ഇലക്ട്രിക് ഡൈപോൾ മൂവ്മെന്റ് യൂണിറ്റ് എന്ന് പറയുന്നത് കൂളം മീറ്റർ ആയിരിക്കും. വീഡിയോ ഇത് അറിഞ്ഞിരിക്കണം. ഇതിന്റെ ഡൈമെൻഷണൽ ഫോർമുല എന്ന് അറിഞ്ഞിരിക്കണം. ഡൈമെൻഷൻ നോക്കേ, ഇക്വേഷൻ എന്താണ്? ചാർജ് ഇൻറ്റു ലെങ്ത് അല്ലേ. എന്താണ് ചാർജിന്റെ ഡൈമെൻഷൻ? നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് AT അല്ലേ. ചാർജ് ഡൈമെൻഷൻ AT ഇൻറ്റു ലെങ്ത് ഡൈമെൻഷൻ എന്താണ്? L. ഓക്കെ, അപ്പോൾ ഡൈമെൻഷൻ എഴുതാം LT. This is a dimensional formula for electric dipole moment. നമ്മൾ എന്തൊക്കെ പറഞ്ഞു? അതിന്റെ ഡെഫിനിഷൻ പറഞ്ഞു അല്ലേ. ഇലക്ട്രിക് ഡൈപോൾ മൂവ്മെന്റ് എന്ന് പറയുന്നത് എന്തിന്റെയൊക്കെ പ്രൊഡക്റ്റ് ആണ്? ഡൈപോളിന്റെ ചാർജിനെ ഡൈപോളിന്റെ ലെങ്ത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താണ്. ഓക്കെ, പിന്നെ യൂണിറ്റ് പറഞ്ഞു കൂളം മീറ്റർ. ഇപ്പൊ ഡൈമെൻഷൻ പറഞ്ഞു, ഇതാണ് LTA. ഓക്കെ, ഇനി അറിയിക്കേണ്ടത് ഇലക്ട്രിക് ഡൈപോൾ മൂവ്മെന്റ് എന്ന് പറയുന്നത് എന്തൊരു ക്വാണ്ടിറ്റിയാണ്? ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ് കേട്ടോ അല്ലേ. വെക്റ്റർ ക്വാണ്ടിറ്റി എന്ന് വെച്ചാൽ എന്താണ്? മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉണ്ട് കേട്ടോ. ഇലക്ട്രിക് ഡൈപോൾ മൂവ്മെന്റ് ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. ഓക്കെ, മാഗ്നിറ്റ്യൂഡ് ഉണ്ട്, ഡയറക്ഷൻ ഉണ്ട്. അപ്പൊ മാഗ്നിറ്റ്യൂഡ് ആണ് നമ്മൾ ഇവിടെ ഇരിക്കുന്നത് q ഇൻറ്റു 2a എന്ന് പറയുന്നത് കേട്ടോ. ഇലക്ട്രിക് ഡൈപോൾ മൂവ്മെന്റ് മാഗ്നിറ്റ്യൂഡ് ആണ് q ഇൻറ്റു 2a. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഡയറക്ഷൻ എന്തായിരിക്കും? ഡയറക്ഷൻ ഇലക്ട്രിക് ഡൈപോൾ മൂവ്മെന്റ് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. അതിന്റെ മാഗ്നിറ്റ്യൂഡ് ആണ് q ഇൻറ്റു 2a എന്ന് പറയുന്നത്. ഡയറക്ഷൻ എന്ന് പറയുന്നത് is from negative charge to positive charge ആയിരിക്കും കേട്ടോ. ഇലക്ട്രിക് ഡൈപോൾ മൂവ്മെന്റ് ഡയറക്ഷൻ എപ്പോഴും നെഗറ്റീവ് ചാർജിൽ നിന്നും എങ്ങോട്ടായിരിക്കും? പോസിറ്റീവ് ചാർജിനടുത്തേക്കായിരിക്കും കേട്ടോ. അങ്ങനെ മാർക്ക് ചെയ്യാം. റെഡി? ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഇക്വേഷന്റെ വെക്റ്റർ ഫോം എങ്ങനെ എഴുതാം? ഇലക്ട്രിക് ഡൈപോൾ മൂവ്മെന്റിന്റെ വെക്റ്റർ ഫോം എന്ന് പറയുന്നത് വെക്റ്റർ P is equal to Q into 2a. റെഡിയോ?
ഇത്രയും കാര്യങ്ങൾ ഇലക്ട്രിക് ഡൈപോളുമായി ബന്ധപ്പെട്ടായിരിക്കും. അപ്പം അദ്ദേഹം പറഞ്ഞു ആദ്യം ഇലക്ട്രിക് ഡൈപോൾ എന്താണെന്ന് പറഞ്ഞു അല്ലേ? പിന്നെ ഇലക്ട്രിക് ഡൈപോൾ മൂവ്മെന്റ് എന്താണെന്ന് പറഞ്ഞു. അതിന്റെ ഇക്വേഷൻ, യൂണിറ്റ്, ഡയമെൻഷൻ, വെക്ടർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞു. ഡയറക്ഷൻ ഏതാണെന്ന് പറഞ്ഞു, നെഗറ്റീവ് ചാർജ് ടു പോസിറ്റീവ് ചാർജ്. അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി അറ്റ് എ പോയിന്റ് ഓൺ ദ ആക്സിയൽ ലൈൻ ഓഫ് ദ ഡൈപോൾ. ഒരു ഇലക്ട്രിക് ഡൈപോളിന്റെ ആക്സിയൽ ലൈനിലെ ഒരു പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് എക്സ്പ്രഷൻ ഇതാകുമ്പോൾ നോക്കി, ഇതൊരു ഇലക്ട്രിക് ഡൈപോൾ ആണ് അല്ലെ? ഇലക്ട്രിക് ഡൈപോൾ എ ബി ഓഫ് ചാർജ് പ്ലസ് ക്യൂ ആൻഡ് മൈനസ് ക്യൂ. ഇത് ഈ വരയ്ക്കുന്ന ഈ ലൈനെ വിളിക്കുന്ന പേരാണ് ആക്സിയൽ ലൈൻ എന്ന് പറയുന്നത്. അതാണ് ആക്സിയൽ ലൈൻ. ഈ ലൈനെ വിളിക്കുന്ന പേരാണ് ആക്സിയൽ ലൈൻ ഓഫ് ദ ഡൈപോൾ. ഈ വരച്ചിരിക്കുന്നതാണ് ആക്സിയൽ ലൈൻ. അപ്പൊ നമ്മുടെ ഡൈപോളിന്റെ ചാർജ് ക്യൂ, നെറ്റ് ചാർജ് ചോദിക്കുകയാണ് 0 ആണ് കേട്ടോ. ഡൈപോളിന്റെ ടോട്ടൽ ചാർജ് 0. ഓക്കെ, ഇത് എ ബി എന്ന് പറയുന്ന ഇലക്ട്രിക് ഡൈപോൾ ആണ് ഓഫ് ചാർജ് ക്യൂ. ഡൈപോളിന്റെ ലെങ്ത് നമുക്കറിയാം 2L അല്ലെങ്കിൽ 2A എന്നാണ് നമ്മൾ എഴുതുന്നത് കേട്ടോ. ഞാൻ 2A എടുക്കുന്നത്. അപ്പൊ കൺസിഡർ ഇലക്ട്രിക് ഡൈപോൾ എ ബി ഓഫ് ചാർജ് ക്യൂ, ലെങ്ത് 2L. അതിന്റെ ഡൈപോൾ മൂവ്മെന്റ് നമുക്ക് P എന്ന് എടുക്കാം. P കേട്ടോ, ഡൈപോൾ മൂവ്മെന്റ് P ആണ്. ഡൈപോൾ മൂവ്മെന്റ് P. ഇനി ഇതാണ് നമ്മുടെ സെന്റർ. സെന്റർ നമുക്ക് O എടുക്കാം. സെന്റർ C എടുക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ ഇലക്ട്രിക് ഡൈപോളിന്റെ സെന്റർ. ഇനി ഞാൻ ആക്സിയൽ ലൈനിൽ ഒരു പോയിന്റ് എടുക്കണം കേട്ടോ. ഈ കാണിച്ചിരിക്കുന്ന ഇലക്ട്രിക് ഡൈപോളിന്റെ ആക്സിയൽ ലൈനിൽ ഒരു പോയിന്റ് എടുത്തു കണ്ടേ, പോയിന്റ് O. ഈ പോയിന്റ് നമ്മുടെ സെന്ററിൽ നിന്നും, നമ്മുടെ ഡൈപോളിന്റെ സെന്ററിൽ നിന്നും എത്ര ഡിസ്റ്റൻസ് അകലെയാണ്? ഒരു R ഡിസ്റ്റൻസ് അകലെയാണ് കേട്ടോ. എത്ര മനസ്സിലായോ? അപ്പൊ എ ബി എന്ന് പറയുന്ന ഇലക്ട്രിക് ഡൈപോള്, അതിന്റെ ചാർജ് Q ആണ്, ലെങ്ത് 2A ആണ്, ഡൈപോൾ മൂവ്മെന്റ് P. ഇനി നമ്മൾ ആക്സിയൽ ലൈനിൽ O എന്ന് പറയുന്ന ഒരു പോയിന്റ് എടുത്തു കേട്ടോ. ആക്സിയൽ ലൈനിലെ പോയിന്റ് ആണ് O. ആ എടുത്തിരിക്കുന്ന പോയിന്റ് ഡൈപോളിന്റെ സെന്റർ സിയിൽ നിന്നും എത്ര ഡിസ്റ്റൻസ് അകലെയാണ്? R ഡിസ്റ്റൻസ് അകലെയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ O എന്ന് പറയുന്ന പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയാണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. ഇത്രയും ക്ലിയർ ആയോ? ഓക്കെ, നമുക്കറിയാം ഇവിടെ രണ്ട് ചാർജ് ഉണ്ട് അല്ലേ? ഏതൊക്കെ ചാർജാ? ഒരു പ്ലസ് ക്യൂ ചാർജ് ഉണ്ട്, ഒരു മൈനസ് ക്യൂ ചാർജ് ഉണ്ട്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യമേ പ്ലസ് ക്യൂ ചാർജ് മൂലമുള്ള ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി പിടിക്കും നമ്മൾ ആദ്യമേ കേട്ടോ. ഈ പ്ലസ് ക്യൂ ചാർജ് മൂലം ഈ O എന്ന് പറയുന്ന പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി പിടിക്കും. അതിനുശേഷം ഈ മൈനസ് ക്യൂ ചാർജ് മൂലമുള്ള ഇവിടുത്തെ ഇന്റൻസിറ്റി പിടിക്കണം. ഓക്കെ, എന്നിട്ട് ആ രണ്ട് ഇലക്ട്രിക് ഫീൽഡിന്റെ റിസൾട്ടന്റ് ആയിരിക്കും ഇവിടുത്തെ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? നമുക്ക് ഓരോന്നായിട്ട് ചെയ്യാം. നമുക്ക് ആദ്യമേ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി കേട്ടോ, EFI, ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി അറ്റ് O ഡ്യൂ ടു പ്ലസ് ക്യൂ ചാർജ്. ആ ഇലക്ട്രിക് ഫീൽഡ് നമുക്ക് എടുക്കാം E1 എന്ന് എടുക്കാം കേട്ടോ. പ്ലസ് ക്യൂ ചാർജ് മൂലം ഈ O എന്ന് പറയുന്ന പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി നമുക്ക് E1 എന്ന് എടുക്കാം. ഇനി കുറച്ച് നേരത്തെ നമ്മൾ പഠിച്ചുള്ള കാര്യമാണ്. ഇതൊരു Q എന്ന് പറയുന്ന ഒരു പോയിന്റ് ചാർജ്. ഓക്കെ, ഈ ചാർജിൽ നിന്നും R ഡിസ്റ്റൻസ് അകലെ ഒരു പോയിന്റ് ആണ് കേട്ടോ. Q എന്ന് പറയുന്ന പോയിന്റ് ചാർജിൽ നിന്നും R ഡിസ്റ്റൻസ് അകലെ പോയിന്റ് ആണ് O. അങ്ങനെയാണെങ്കിൽ ഈ O എന്ന് പറയുന്ന പോയിന്റ് ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ ആണ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട്, ഡിറൈവ് ചെയ്തിട്ടുണ്ട്. 1/4πε0 × Q/R². ശരിയാണല്ലോ? ഈ ഇക്വേഷൻ നമ്മൾ ഇവിടെ ഉപയോഗിക്കാൻ പോകുന്നത് നോക്കിക്കോണേ. ഈക്വൽ ടു 1/4πε0 ഇൻറ്റു ഇവിടെ ചാർജ് Q തന്നെയാണ്. അപ്പൊ Q ബൈ ഈ ഡിസ്റ്റൻസ് അല്ലേ? നിങ്ങൾ നോക്കേ, ഇത് സെന്റർ ആണ്. ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള ലെങ്ത് 2A ആണ്. ഈ ലെങ്ത് 2A കേട്ടോ, ഈ ലെങ്ത്
2a. അപ്പം ഇത് എത്രയായിരിക്കും? ഇത് എ ആയിരിക്കത്തില്ലേ? ഇതും എ ആയിരിക്കത്തില്ലേ? എ സി എന്ന് പറയുന്നത് ഡൈപോളിന്റെ സെന്റർ ആണെങ്കിൽ ഇത് എ ഇത് എ, അപ്പൊ എ പ്ലസ് എ 2a വരുന്നില്ലേ? അപ്പൊ ഇനി നോക്കേ, ഇവിടെ മുതൽ ഈ ഡിസ്റ്റൻസ് എത്രയാണ്? ആണ്. ഫിഗർ നോക്കിക്കോണം. ഈ ഡിസ്റ്റൻസ് ആണ്, ഇത് എ ആണ്. അപ്പൊ ഇത് എത്രയായിരിക്കും ബാക്കി വരുന്നത്? ഇത്രയും ആർ, ഇത്രയും എ. അപ്പൊ ഇത്ര എത്രയായിരിക്കും? ആർ മൈനസ് എ ആയിരിക്കത്തില്ലേ? അപ്പൊ നമുക്ക് എഴുതാം ആർ മൈനസ് എ ഹോൾ സ്ക്വയർ. റെഡി? ഓക്കെ, നമ്മൾ പറയാം ഇവിടെ രണ്ട് ചാർജ് ഉണ്ട്, പ്ലസ് ക്യൂ ചാർജും ഉണ്ട്, ഒരു മൈനസ് ക്യൂ ചാർജും ഉണ്ട്. ഞാൻ ഇവിടെ ആദ്യം ചെയ്തത് പ്ലസ് ക്യൂ ചാർജ് മൂലം ഈ ഒ എന്ന് പറയുന്ന പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി കണ്ടുപിടിക്കാൻ പോവാണ്. അപ്പൊ നോക്കേ, ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി O ഡ്യൂ ടു പ്ലസ് ക്യൂ ചാർജ്. അതിന് ജനറൽ ഇക്വേഷൻ ഇട്ടുണ്ട് 1/4πε0 q r സ്ക്വയർ. കേട്ടോ, അത് r എന്ന് പറഞ്ഞാൽ എന്താ? ചാർജ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന പോയിന്റ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് r. ഇവിടെ നമുക്ക് ഈ സെയിം ഇക്വേഷൻ ഉപയോഗിക്കുകയാണ്. കേട്ടോ, പോസിറ്റീവ് ചാർജ് മൂലമുള്ള ഇലക്ട്രിക് ഫീൽഡ് ഞാൻ E1 എന്നാണ് എടുത്തിരിക്കുന്നത്. E1 is equal to 1/4πε0 q ഈ ഡിസ്റ്റൻസ് ആണ് വേണ്ടത്. ഈ ഡിസ്റ്റൻസ് നമ്മുടെ പ്ലസ് ക്യൂ ചാർജ് ഈ O എന്ന് പറയുന്ന പോയിന്റ് തമ്മിലുള്ള ദൂരം അത് നമ്മൾ കണ്ടുപിടിച്ച് എങ്ങനെ? ഇവിടെ മുതൽ സി മുതൽ ഇവിടെ വരെയുള്ള ദൂരം എത്രയാണ്? r ആണ്. ഈ ദൂരം a ആണ്. അപ്പൊ ബാക്കി എത്ര ആയിരിക്കും? r മൈനസ്. ക്ലിയർ ആയോ? ഓക്കെ, ഇനി അറിയേണ്ടത് ഈ E1 എന്ന് പറയുന്ന ഇലക്ട്രിക് ഫീൽഡിന്റെ മാഗ്നിറ്റ്യൂഡാണ് നമ്മൾ ഇരിക്കുന്നത്. ഇതിന്റെ ഡയറക്ഷൻ ആണ്. നമുക്കറിയാം E1 എന്ന് പറയുന്നത് പോസിറ്റീവ് ചാർജ് മൂലമുള്ള ഇലക്ട്രിക് ഫീൽഡ് ആണ്. കേട്ടോ, പോസിറ്റീവ് ചാർജ് മൂലമുള്ള ഇലക്ട്രിക് ഫീൽഡ് എപ്പോഴും എങ്ങനെയായിരിക്കും? എവേ ഫ്രം ദ ചാർജ് ആണ് നമ്മൾ നേരത്തെ പഠിപ്പിച്ചിട്ടുണ്ട് ഇല്ലേ? ഇങ്ങനെ ഒരു പ്ലസ് ക്യൂ ചാർജ് ആണെങ്കിൽ ഇവിടെ നിന്നും r ഡിസ്റ്റൻസ് അകലെയുള്ള ഒരു പോയിന്റ് ആണ് P എങ്കിൽ അല്ലെങ്കിൽ O എങ്കിൽ ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ ആയിരിക്കും എവേ ഫ്രം ദ ചാർജ്. കാരണം ഈ ചാർജ് എന്ത് ചാർജ് ആണ്? പോസിറ്റീവ് ചാർജ് ആയതുകൊണ്ട്. ഇത് നെഗറ്റീവ് ചാർജ് ആയിരുന്നെങ്കിലോ ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ടുവേർഡ്സ് ദ ചാർജ് ആയിരിക്കും. കേട്ടോ, അപ്പൊ നമുക്ക് E1 എന്ന് പറയുന്ന ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ നമുക്ക് എങ്ങോട്ട് മാർക്ക് ചെയ്യാം? ഇങ്ങോട്ട് മാർക്ക് ചെയ്യാം. കേട്ടോ, എന്തുകൊണ്ടാ? E1 എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഡ്യൂ ടു എന്ത് ചാർജ് ആണ്? പോസിറ്റീവ് ചാർജ് ആണ്. കേട്ടോ, പോസിറ്റീവ് ചാർജ് മൂലമുള്ള ഇലക്ട്രിക് ഫീൽഡ് എപ്പോഴും എവേ ഫ്രം ദ ചാർജ് ആയിരിക്കും. കേട്ടോ, ഓക്കെ. ഇപ്പൊ നമ്മള് അടുത്ത കണ്ടുപിടിക്കുന്നത് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി അറ്റ് O ഡ്യൂ ടു ഏത് ചാർജ് ആണ്? ഡ്യൂ ടു മൈനസ് ക്യൂ ചാർജ് ആണ്. കേട്ടോ, മൈനസ് ക്യൂ ചാർജ് അല്ലേ? നമ്മുടെ നെഗറ്റീവ് ചാർജ് മൂലമുള്ള ഇലക്ട്രിക് ഫീൽഡ്. അതിനെ നമുക്ക് എടുക്കാം E2 എന്ന് എടുക്കാം. E2 ഈക്വൽ ടു സെയിം ഇക്വേഷൻ ആണ് 1/4πε0 ഇൻടു നമ്മുടെ ചാർജിന്റെ മാഗ്നിറ്റ്യൂഡ് എത്ര തന്നെയാ? Q തന്നെയാണ്. ദാറ്റ് ഈസ് Q ബൈ ഡിസ്റ്റൻസ് അല്ലേ? ഈ ഡിസ്റ്റൻസ് ഇത്ര ഡിസ്റ്റൻസ് എത്ര ആയിരിക്കും? ഈ ഡിസ്റ്റൻസ് ഇവിടെ മുതൽ ഇവിടെ ഉള്ള ദൂരം ഇത്ര എത്ര ഉണ്ട്? r ഇല്ലേ? ഇത്ര എത്ര ഉണ്ട്? a. അപ്പോൾ മൊത്തം എത്ര ആയിരിക്കും? r പ്ലസ് a. r പ്ലസ് a ദ ഹോൾ സ്ക്വയർ. അപ്പോൾ നമ്മൾ ഇപ്പോൾ എഴുതിയിരിക്കുന്നത് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി അറ്റ് O ഡ്യൂ ടു ഏത് ചാർജ് ആണ്? മൈനസ് ക്യൂ ചാർജിന്റെ ഇക്വേഷൻ ഇരിക്കുന്നത്. കേട്ടോ, 1/4πε0 ഇൻടു q ബൈ r പ്ലസ് a ദ ഹോൾ സ്ക്വയർ. ഇനി ഇതിന്റെ ഡയറക്ഷൻ ആണ് നമുക്ക് തിയറി മാർക്ക് ചെയ്യാം. ഇത് നെഗറ്റീവ് ചാർജ് മൂലമുള്ള ഇലക്ട്രിക് ഫീൽഡ് അല്ലേ? ആണോ? E2 എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഡ്യൂ ടു നെഗറ്റീവ് ചാർജ് ആണ്. ഞാൻ ഇവിടെ ഫിഗറിൽ കാണിച്ചിട്ടുണ്ടോ? നെഗറ്റീവ് ചാർജ് മൂലമുള്ള ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് എപ്പോഴും ടുവേർഡ്സ് ദ ചാർജ് ആയിരിക്കും അല്ലേ? അപ്പൊ നമ്മൾ E2 എങ്ങോട്ട് മാർക്ക് ചെയ്യണം? നെഗറ്റീവ് ചാർജിന്റെ അടുത്തേക്ക് മാർക്ക് ചെയ്ത് കാണിക്കണം. കേട്ടോ, അതാണ്. ഓക്കെ, അപ്പൊ നമ്മള് ആദ്യം പ്ലസ് ക്യൂ ചാർജ് മൂലമുള്ള ഇലക്ട്രിക് ഫീൽഡ് എഴുതി, ദാറ്റ് ഈസ് E1. അതിനുശേഷം നെഗറ്റീവ് ചാർജ് മൂലമുള്ള മൈനസ് ക്യൂ ചാർജ് മൂലമുള്ള ഇലക്ട്രിക് ഫീൽഡ് എക്സ്പ്രഷൻ എഴുതി E2. അതിന്റെ രണ്ടിന്റെയും ഡയറക്ഷൻസ് മാർക്ക് ചെയ്തു. ഇത്രയും ക്ലിയർ ആയോ? പിന്നെ നമുക്ക് നോക്കിയേ, ഇപ്പൊ ഈ O എന്ന് പറയുന്ന പോയിന്റിൽ എത്ര ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്? രണ്ട് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട് അല്ലേ? E1 ഉം E2. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നു. കേട്ടോ, ഓക്കെ. നെറ്റ് ഇലക്ട്രിക് ഫീൽഡ്
net electric field intensity at O. കേട്ടോ, നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി അറ്റ് O. അതിനെ നമുക്ക് എടുക്കാം E എന്ന് എടുക്കാം. ഓക്കെ, അതെങ്ങനെ പിടിക്കാം? ഇതിന് രണ്ട് E1ന്റെയും E2ന്റെയും കേട്ടോ, E1 E2 ഇതിന് രണ്ടിന്റെയും റിസൾട്ടന്റ് കണ്ടുപിടിച്ചാൽ മതി. അപ്പം E1 ഉം E2 ഉം അല്ലേ, നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ ക്വാണ്ടിറ്റി ആണ് അല്ലേ. അപ്പം നമുക്ക് നോക്കാം E1 ഉം E2 ഉം ഒരേ ഡയറക്ഷൻ ആണോ? അല്ല, ഓപ്പോസിറ്റ് ഡയറക്ഷൻസ് ആണ് അല്ലേ. നോക്കേ, E1 റൈറ്റിലോട്ടും E2 ലെഫ്റ്റിലേക്കുമാണ്. അപ്പോൾ ഇതിന്റെ ഈ രണ്ട് ഇലക്ട്രിക് ഫീൽഡും ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ട് നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയായിരിക്കും? വലിയ വെക്ടറിൽ നിന്നും ചെറിയ വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ത് ചെയ്യണം? കുറയ്ക്കണം. ദാറ്റ് ഈസ് E1 മൈനസ് E2 ചെയ്യണം. റെഡിയോ? E1 മൈനസ് E2 ചെയ്യണം. അപ്പം E1 മൈനസ് E2 അല്ലേ. അപ്പം നോക്കേ, E1 ന്റെ ഇക്വേഷൻ എന്താണ്? E1 ന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് 1/4πε0 into q by r minus a the whole square. E2 എന്ന് പറയുന്നത് 1/4πε0 into q by r plus a the whole square ആണ്. ആണോ? അപ്പോൾ ഇതിനകത്ത് ഏതാണ് വലുത്? E1 ആണ് വലുത് കേട്ടോ. എങ്ങനെ മനസ്സിലായി E1 ആണ് വലുത് എന്ന് വെച്ചാൽ ഈ ഡിനോമിനേറ്റർ നോക്കിയാൽ മതി. ഇവിടുത്തെ ഡിനോമിനേറ്റർ r minus a യും ഇവിടുത്തെ ഡിനോമിനേറ്റർ r plus a യും ആണ്. അപ്പം നമുക്കറിയാം ഡിനോമിനേറ്റർ ചെറുതായിരിക്കുമ്പോൾ ഈ വാല്യൂ വലുതായിരിക്കും അല്ലേ. ഇത് r minus a ആണ്, ഡിനോമിനേറ്റർ ചെറുതാണ്, അപ്പോൾ ഈ വാല്യൂ എന്തായിരിക്കും? വലുതായിരിക്കും. ഓക്കെ, അപ്പം നമുക്ക് O എന്ന് പറയുന്ന പോയിന്റിൽ രണ്ട് ഇലക്ട്രിക് ഉണ്ട്. ഏതൊക്കെയാ? E1 ഉം E2. ഓക്കെ, ഈ O എന്ന് പറയുന്ന പോയിന്റിൽ രണ്ട് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്, E1 ഉം E2. ഈ രണ്ട് ഇലക്ട്രിക് ഫീൽഡും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ആ റിസൾട്ടന്റ് വെക്ടറിന്റെ വാല്യൂ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ വേണ്ടി വലിയ വെക്ടറിൽ നിന്നും ചെറിയ വെക്ടർ ചെയ്യണം, കുറയ്ക്കണം. വലിയ വെക്ടർ ഏതാണ്? E1 ആണ്. അതൊക്കെ മനസ്സിലായി. ഈ ഡിനോമിനേറ്റേഴ്സ് നോക്കിയാൽ മതി. ഡിനോമിനേറ്റർ ചെറുതായിരിക്കുമ്പോൾ ഈ വാല്യൂ വലുതായിരിക്കും അല്ലേ. ഇത് r മൈനസ് എയും r പ്ലസ് എയും. ഇവിടെ ഡിനോമിനേറ്റർ ചെറുതല്ലേ, r മൈനസ് എ ചെറുതാണ്, അപ്പോൾ E1 വലുതായിരിക്കും. ഓക്കെ, ഇനി ഈ വാല്യൂസ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. നോക്കാം. is equal to E1 minus E2 ആണ്. E1 ന്റെ വാല്യൂ ഉണ്ട് 1/4πε0 into q by r minus a the whole square minus 1/4πε0 into q by r plus a the whole square കേട്ടോ. E1 ന്റെയും E2 ന്റെയും വാല്യൂ എടുത്തു. ഇനി നിങ്ങൾ നോക്കേ, ഈ രണ്ട് ടേമിലും കോമൺ ആയിട്ട് ആരുണ്ട്? 1/4πε0 into q രണ്ട് ടേമിലും ഉണ്ട് കേട്ടോ. അപ്പൊ അതിന് കോമൺ എടുത്തു. ഇവിടുന്ന് 1/4πε0 പോയി, ഈ ക്യൂവും പോയി. പിന്നെ നമ്മുടെ ഫസ്റ്റ് ടേമിൽ ഉള്ളത് ആര് മാത്രമാണ്? 1/r minus a the whole square മൈനസ് ഇവിടുന്ന് 1/4πε0 പോയി, ക്യൂവും പോയി കേട്ടോ, രണ്ടിലും പോയി. ഇനി ഇവിടെ ഉള്ളത് ആരാണ്? 1/r plus a the whole square. ഇത്രയും ക്ലിയർ ആയല്ലോ. ഇതാ ഈ ബ്രാക്കറ്റിനകത്തുള്ള കാര്യങ്ങളാണ്. ഈ ബ്രാക്കറ്റിനകത്ത് നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാണ് കേട്ടോ. Is equal to 1/4πε0 into q into ഇങ്ങോട്ട്, that is 1 into r plus a the whole square, r plus a the whole square മൈനസ് മൈനസ് അല്ലേ, മൈനസ് ഇങ്ങോട്ട് 1 into r minus a the whole square, r minus a the whole square divided by either multiply. No, that is r minus a the whole square into r plus a the whole square. Okay. ഇനി ചെയ്യേണ്ടത് ഈ r plus a the whole square അതിനെ എക്സ്പാൻഡ് ചെയ്യണം. a plus b the whole square ഉപയോഗിച്ചിട്ട്. അതേപോലെ ഈ r minus a the whole square നെ എക്സ്പാൻഡ് ചെയ്യണം. ഓക്കേ, is equal to 1/4πε0 into q. എക്സ്പാൻഡ് ചെയ്തോടാ. a plus b whole square ആണ്, is r square plus 2ab
is 2RA plus A square minus അടുത്ത ഇതിനെ എക്സ്പാൻഡ് ചെയ്ത് പറഞ്ഞേ A minus B the whole square പറ R square minus 2RA plus A square. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം മൈനസ് കഴിഞ്ഞ് അല്ലേ കുറേ ടേം ഉണ്ട്. അപ്പോൾ ആ ടേമുകളെല്ലാം എന്ത് ചെയ്യണം നമ്മൾ ബ്രാക്കറ്റിൽ കാണണം കേട്ടോ. ഹോൾ ഡിവൈഡഡ് ബൈ ഇതിന്റെ ഡിനോമിനേറ്റർ നോക്കേ ഈ രണ്ട് ടേമിന് സ്ക്വയർ ഉണ്ടല്ലോ അല്ലേ ഇതിന് സ്ക്വയർ ഉണ്ട് ഇതിന് സ്ക്വയർ ഉണ്ട്. അപ്പോൾ നമുക്ക് ഒറ്റ സ്ക്വയർ ഉണ്ടാക്കാൻ കാര്യം വെച്ചാൽ നമുക്ക് R minus A into R plus A the whole square ഉണ്ടോ. രണ്ട് ടേബിൾ സ്ക്വയർ ഉള്ളതുകൊണ്ട് ഒറ്റ സ്ക്വയർ ഇട്ടാണ്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ മൈനസ് കൊണ്ട് ഈ ബ്രാക്കറ്റിനകത്ത് ഓപ്പൺ ചെയ്യും. 1/4π0 into q into r square plus 2RA plus A square minus minus R square plus 2RA minus A square whole divided by ഇവിടെ നോക്കേ ഇത് നോക്കേ A plus B into A minus B എന്താണ് A square minus B square അങ്ങനെ R plus A into R minus A എന്ന് വരും R square minus A square the whole square ശരിയാണല്ലോ. ഇനി ഇവിടെ കിട്ടിപ്പോൾ പ്ലസ് ആർ സ്ക്വയറും മൈനസ് ആർ സ്ക്വയറും ക്യാൻസൽ ചെയ്യാം പ്ലസ് എ സ്ക്വയറും മൈനസ് എ സ്ക്വയറും ക്യാൻസൽ ചെയ്യാം അല്ലേ. പിന്നുള്ളത് ആരൊക്കെ ഉണ്ട് 2RA plus 2RA വരും 4RA അല്ലേ. നോക്കാം 1/4π0 into Q into ഇവിടെ ആരൊക്കെ ഉണ്ട് 2RAയും 2RA മാത്രമേ ഉള്ളൂ അല്ലേ. 2RAയും 2RAയും ലൈഫ് ടൈംസ് ആയതുകൊണ്ട് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ വരും 4RA divided by R square minus A square the whole square. ഓക്കെ ആണല്ലോ. ഇനി നോക്കേ ഇവിടെ നോക്കേ ഇവിടെ 4 ഉണ്ടല്ലോ അല്ലേ. ഈ 4നെ നമുക്ക് 4നെ നമുക്ക് 2 into 2 എഴുതാമല്ലോ അല്ലേ. 4നെ നമുക്ക് 2 into 2 എഴുതാം. അതില് ഒരു 2നെ ഞാൻ ഈ എയുടെ കൂടെ നോക്കുകയാണേ. ഫസ്റ്റ് പ്രിൻസിപ്പിൾ ആണ് 1/4π0 into ഈ 4 ഒന്ന് ക്യാൻസൽ ചെയ്യരുതേ. Q into ഈ 4 എങ്ങനെ എഴുതി 2 into 2 എന്ന് എഴുതി. ഒരു 2 ആരുടെ കൂടെ എഴുതാൻ പറഞ്ഞു എയുടെ കൂടെ ഇങ്ങനെ എഴുതാം. സംശയം നോക്കേ 4നെ 2 into 2 എന്ന് എഴുതി. ഒരു 2 ആറിന്റെ കൂടെ തന്നെ എഴുതി. രണ്ടാമത്തെ 2 ആരുടെ കൂടെ എഴുതി എയുടെ കൂടെ. എന്തിനു വേണ്ടിയാണ് അങ്ങനെ എഴുതിയെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഇനി നോക്കേ Q into 2A. What is Q into 2A? Q into 2A എന്ന് പറയുന്നത് എന്താണ് അല്ലേ. Q എന്ന് പറയുന്നത് നമുക്കറിയാം. Q എന്ന് പറയുന്നത് ഡൈപോളിലെ ചാർജ് അല്ലേ. A എന്ന് പറയുന്നത് ഡൈപോളിലെ ലെങ്ത് അല്ലേ ആണോ. ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടും നമുക്ക് നമ്മുടെ ഡൈപോൾ മൊമെന്റ് കിട്ടത്തില്ലേ. അപ്പൊ നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ ഈ Q into 2A എന്നുള്ളതിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം P എന്ന് കൊടുക്കാം. ഓക്കെ അപ്പൊ നമ്മുടെ ഇക്വേഷൻ വരും ഫൈനൽ ഇക്വേഷൻ ഇതാ പോവാണ്. That is net electric field intensity at O is equal to 1/4π0 into Q into 2 ന് പകരം P എന്ന് എഴുതി. That is P 2P into R by R square minus A square the whole square. ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത്. വീഡിയോ സ്റ്റെപ്പ് മനസ്സിലായോ? പറയാം
അവിടെ വന്നൊരു 4 ഉണ്ടായിരുന്നു, നമ്മൾ ഡിറൈവ് ചെയ്യുമ്പോൾ 4 ഉണ്ടായിരുന്നു. ആ 4നെ നമ്മൾ 2 into 2 എന്ന് എഴുതി. ആ 2 into 2 ൽ ഒരു 2 ആരും എഴുതി, എയുടെ കൂടെ എഴുതി. അങ്ങനെ ആകുമ്പോൾ q into 2a എന്നുള്ളതിന് നമുക്ക് പകരം റീപ്ലേസ് ചെയ്ത് എഴുതാം, p നോക്കുക. കണ്ടോ, q into 2a പകരം p. അപ്പൊ നമ്മുടെ ഒരു ഇലക്ട്രിക് ഡൈപോളിന്റെ ആക്സിയൽ ലൈനിലെ ഇലക്ട്രിക് ഫീൽഡ് എക്സ്പ്രഷൻ ആണ് 1/4πε0 into 2pr by r square minus a square. കേട്ടോ, ഇത്ര ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് ആ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഇയുടെ ഡയറക്ഷൻ മാർക്ക് ചെയ്യണേ. ഓക്കെ, മുമ്പേ വരച്ച പടമാണ് നമ്മുടെ -q ചാർജ് +q ചാർജ്. സെന്റർ ആണ് നമ്മുടെ ആക്സിയൽ ലൈൻ. ഇതാണ് നമ്മുടെ കൺസിഡർ ചെയ്ത പോയിന്റ് O. പോയിന്റ് എത്ര ഡിസ്റ്റൻസ് അകലെയാണ്? ആ ഡിസ്റ്റൻസ് അകലെയാണ്. അപ്പോൾ നമ്മൾ ആദ്യമേ +q ചാർജ് മൂലമുള്ള ഇലക്ട്രിക് ഫീൽഡ് മാർക്ക് ചെയ്തു. ഏതാണ്? E1 റൈറ്റിലോട്ടാണ്, കാരണം പോസിറ്റീവ് ചാർജ് ഇലക്ട്രിക് ഫീൽഡ് ടുവേർഡ്സ് ചാർജ് അല്ല, എവേ ഫ്രം ദ ചാർജ് ആണ്. ഇനി നമ്മുടെ -q ചാർജ് മൂലമുള്ള ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ E2 എന്നാണ് എടുത്തിരിക്കുന്നത്. അതിന്റെ ആവശ്യം കൊണ്ടാണ് ടുവേർഡ്സ് ദ ചാർജ്. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഇയുടെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? നമുക്കറിയാം, രണ്ട് വെക്ടേഴ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ റിസൾട്ടന്റ് വെക്ടറിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് എങ്ങോട്ടായിരിക്കും? വലിയ വെക്ടർ എങ്ങോട്ടാണ് ആക്ട് ചെയ്യുന്നത് അങ്ങോട്ടേക്കായിരിക്കും, അല്ലേ? നമുക്കറിയാം E1 E2 അതിനകത്ത് വലിയ വെക്ടർ ഏതാ? മുമ്പേ പറഞ്ഞു, വലിയ വെക്ടർ E1 ആണ്, അല്ലേ? വലിയ വെക്ടർ E1 ആണ്. അപ്പോൾ റിസൾട്ടന്റ് വെക്ടറിന്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? E1 എങ്ങോട്ടാണ് അങ്ങോട്ട്, അല്ലേ? അപ്പോൾ നമ്മുടെ റിസൾട്ടന്റ് വെക്ടർ ഇയുടെ ഡയറക്ഷൻ റൈറ്റിലോട്ട് തന്നെയായിരിക്കും. മനസ്സിലായോ? പോയിന്റ് എന്ന് പറയുന്ന പോയിന്റിൽ E1 E2 എന്ന് പറയുന്ന രണ്ട് വെക്ടേഴ്സ് ഉണ്ട്, അല്ലേ? അപ്പോൾ റിസൾട്ടന്റ് വെക്ടറിന്റെ ഡയറക്ഷൻ, റിസൾട്ടന്റ് വെക്ടർ ഇയുടെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? വലിയ വെക്ടർ എങ്ങോട്ടാണോ അങ്ങോട്ട്. വലിയ വെക്ടർ എങ്ങോട്ടാ? റൈറ്റിലോട്ട്. വലിയ വെക്ടർ E1 ആണ്, അത് റൈറ്റിലോട്ടാണ്. അപ്പൊ നെറ്റ് ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എങ്ങോട്ട് തന്നെ ആയിരിക്കും? റൈറ്റിലോട്ട് തന്നെയായിരിക്കും. ഇനി ഇവിടെ ചെറിയൊരു അപ്രോക്സിമേഷൻ ഉണ്ട്. നമ്മൾ കൺസിഡർ ചെയ്യുന്ന ആ ഡൈപോളിന്റെ ലെങ്ത് എയും, അല്ലേ, ഈ ലെങ്ത് ആറും തമ്മിൽ കമ്പയർ ചെയ്യുന്നു. കേട്ടോ, ഏതാ ഈ ഡിസ്റ്റൻസ്? നമ്മൾ കൺസിഡർ ചെയ്യുന്ന പോയിന്റും ഡൈപോളിന്റെ സെന്റർ തമ്മിൽ ദൂരം ആറും ഈ ഡിസ്റ്റൻസ് എയും കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് 6 വളരെ വളരെ വലിയൊരു ക്വാണ്ടിറ്റി ആണെങ്കിൽ, ഓക്കെ, പറഞ്ഞു 6 എന്ന് പറയുന്നത് എയേക്കാൾ വെരി വെരി ഗ്രേറ്റർ ആണെങ്കിൽ, അല്ലേ? അപ്പൊ 6 എന്ന് പറയാൻ വലിയൊരു ക്വാണ്ടിറ്റി, അപ്പൊ എ എന്ന് പറയാൻ ചെറിയൊരു ക്വാണ്ടിറ്റിയാണ്. അപ്പൊ ഓർക്കുക, വലിയൊരു ക്വാണ്ടിറ്റി ആയിട്ടുള്ള ആർ സ്ക്വയറിൽ നിന്നും, അല്ലേ, 6 വലുതാണെങ്കിൽ ആർ സ്ക്വയർ വലുതായിരിക്കും. വലിയൊരു ക്വാണ്ടിറ്റി ആർ സ്ക്വയറിൽ നിന്നും ചെറിയൊരു ക്വാണ്ടിറ്റി എ സ്ക്വയർ കുറയ്ക്കുകയാണെങ്കിൽ ഈ വലിയ ക്വാണ്ടിറ്റിയുടെ വാല്യൂ എന്തുണ്ടാവത്തില്ല? ചേഞ്ച് ഉണ്ടാവത്തില്ല. ശരിയല്ലേ? ആർ ഈസ് വെരി മച്ച് ഗ്രേറ്റർ ദാൻ എ ആണെങ്കിൽ ആർ സ്ക്വയർ മൈനസ് എ സ്ക്വയർ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ആർ സ്ക്വയർ ആയിരിക്കും. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 1/4πε0 into 2pr divided by r square minus a square വരെ കൊടുക്കാം. r square the whole square. ആണോ? ഇനി പറയാം r square minus a square വരെ r square പിന്നെ ഈ സ്ക്വയർ ആക്കോട്ടെ. ഇനി ഓർക്കുക, r square the whole square നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ എങ്ങനെ എഴുതാം? r⁴ എഴുതാമല്ലോ. 1/4πε0 into 2pr by r⁴. ഇതിനെ കട്ട് ചെയ്യാം. r⁴ കട്ട് ചെയ്യുമ്പോൾ എന്താ വരും? r3. ഓക്കേ, അപ്പോൾ നമുക്ക് പറയാം ഫോർ ഷോർട്ട് ഇലക്ട്രിക് ഡൈപോൾ, ഇലക്ട്രിക് ഡൈപോളിന്റെ ഈ ലെങ്ത് വളരെ ചെറുതാണെങ്കിൽ, കേട്ടോ, ഫോർ ഷോർട്ട് ഡൈപോളിന്റെ കേസിൽ ഇലക്ട്രിക് ഫീൽഡ് ഇക്വേഷൻ എഴുതാം. ഈസ് ഈക്വൽ ടു 1/4πε0 into 2p by r3. അത് ഫൈനൽ ഇക്വേഷൻ. ഓക്കേ, നമ്മൾ ഡിറൈവ് ചെയ്തു. ഇന്നൊരു സ്പെഷ്യൽ കേസ് ആണ് പറഞ്ഞത്. എന്തൊരു സ്പെഷ്യൽ കേസ്?
ഈ ഡിസ്റ്റൻസ് ആറും ഈ ഡിസ്റ്റൻസ് എയും കമ്പയർ ചെയ്യുമ്പോൾ 6 വളരെ വളരെ വലുതാണെങ്കിൽ എന്ത് സംഭവിക്കും? വലിയൊരു ക്വാണ്ടിറ്റിയിൽ നിന്നും ചെറിയൊരു ക്വാണ്ടിറ്റി കുറച്ചു കഴിഞ്ഞാൽ വലിയ ക്വാണ്ടിറ്റിയുടെ വാല്യൂ ഉണ്ടാവത്തില്ല, ചേഞ്ച് ഉണ്ടാവത്തില്ല. ആർ സ്ക്വയർ മൈനസ് എ സ്ക്വയർ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു എന്ന് എഴുതാം, ആർ സ്ക്വയർ എഴുതാം കേട്ടോ. ആർ സ്ക്വയർ മൈനസ് എ സ്ക്വയറിന് പകരം ആർ സ്ക്വയർ. ആർ സ്ക്വയർ ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ r⁴ ആവും. അത് മുകളിലത്തെ ആറുമായിട്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ താഴെ r³ വരും.